കരിയർ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കരിയർ SCERT സീരീസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ എല്ലാം ഒരു കണ്ടിന്യൂവേഷനാണ് ഇനിയുള്ള ക്ലാസ്സുകൾ. ഇന്നത്തെ ക്ലാസ് മനുഷ്യ ശരീരം ഒരു വിസ്മയം, രക്തപര്യനം, വിസർജനം, നാഡീയ ഏകോപനം എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചിത്രം നിരീക്ഷിക്കൂ. കടുത്ത പനി ബാധിച്ച് 2 ദിവസമായി ആഹാരം കഴിക്കാതെ അവശനായ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർ മരുന്നിനൊപ്പം ഗ്ലൂക്കോസ് ഡ്രിപ്പ് കൂടി നൽകാൻ നിർദ്ദേശിച്ചു. എന്തിനാണ് ചില മരുന്നുകളും ഗ്ലൂക്കോസും രക്തത്തിലേക്ക് നേരിട്ട് കുത്തിവെക്കുന്നത്? രക്തത്തിലേക്ക് കടത്തിവിടുന്ന ഗ്ലൂക്കോസ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുമോ? ചെറുകുടലിൽ വച്ച് ആഹാരം പൂർണ്ണമായി ദഹിക്കുമ്പോൾ വേർതിരിയുന്ന പോഷക ഘടകങ്ങളും ശ്വസനഫലമായി ശ്വാസകോശങ്ങളിൽ എത്തിച്ചേർന്ന ഓക്സിജനും കോശങ്ങളിൽ എത്തിച്ചേരേണ്ടതുണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ചെറുകുടലിൽ വച്ചാണ് ആഹാരം പൂർണ്ണമായി ദഹിക്കുന്നത്. അതായത് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യുന്നത് ചെറുകുടലിൽ വച്ചാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഓക്കെ, രക്തപര്യന വ്യവസ്ഥ, സർക്കുലേറ്ററി സിസ്റ്റം. ചെറുകുടലിലെ വില്ലസുകൾ ആഗിരണം ചെയ്യുന്ന പോഷക ഘടകങ്ങളും ശ്വസന ഫലമായി ലഭിക്കുന്ന ഓക്സിജനും കോശങ്ങളിൽ എത്തുന്നു. ഈ ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത് രക്തമാണ്. രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം എന്നിവ ചേർന്ന സംവിധാനമാണ് രക്തപര്യന വ്യവസ്ഥ. മനുഷ്യൻ്റെ രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് ചിത്രം നിരീക്ഷിച്ച് നിങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെയാണ്? രക്തമുണ്ട്, ഹൃദയമുണ്ട്, വിവിധ നാഡികളുമുണ്ട്. ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷക ഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നതും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമാണ് രക്തപര്യന വ്യവസ്ഥയുടെ ഒരു പ്രധാന ധർമ്മം. മനുഷ്യരക്തം, നമ്മുടെ രക്തത്തിൻ്റെ നിറം എന്താണ്? ചുവപ്പാണ്. രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവാണ്. ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യമാണ് രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം. ഹീമോഗ്ലോബിൻ്റെ പ്രധാന ഘടകങ്ങൾ ഇരുമ്പും പ്രോട്ടീനുമാണ്. ഓർത്തു വയ്ക്കണം, ഹീമോഗ്ലോബിൻ്റെ പ്രധാന ഘടകങ്ങളാണ് ഇരുമ്പും പ്രോട്ടീനും. ഇരുമ്പടങ്ങിയ ആഹാരം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇരുമ്പടങ്ങിയ ചില ഭക്ഷ്യവസ്തുക്കൾ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നു. ഏതൊക്കെയാണ്? ഈന്തപ്പഴം, കോഴിമുട്ട, മുരിങ്ങയില. ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിൽ രക്തത്തിൻ്റെ ഹീമോഗ്ലോബിൻ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ഇരുമ്പടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ? ഈന്തപ്പഴം, കോഴിമുട്ട, മുരിങ്ങയില. ഒരുപാടുണ്ട്, 3 എണ്ണമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ: പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്, വെളുത്ത രക്തകോശം, വൈറ്റ് ബ്ലഡ് സെൽസ് WBC, ചുവന്ന രക്തകോശം റെഡ് ബ്ലഡ് സെൽസ് RBC. എന്താണ് പ്ലാസ്മ? രക്തത്തിൻ്റെ ദ്രാവക ഭാഗം. ഇളം മഞ്ഞ നിറാണ്, ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നു. പ്ലേറ്റ്ലെറ്റ് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നു. വെളുത്ത രക്തകോശം നിശ്ചിത ആകൃതിയില്ല, മർമ്മമുണ്ട്, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ചുവന്ന രക്തകോശം ഡിസ്കിൻ്റെ ആകൃതിയാണ്, മർമ്മമില്ല, ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയം. ശ്രദ്ധിക്കുക, രക്തത്തിൻ്റെ ദ്രാവക ഭാഗം ഏതാണെന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? പ്ലാസ്മ. പ്ലാസ്മയ്ക്ക് ഇളം മഞ്ഞ നിറമാണ് ഉള്ളത്. വെളുത്ത രക്തകോശത്തിൽ മർമ്മമുണ്ട്, ചുവന്ന രക്തകോശത്തിൽ മർമ്മമില്ല. വെളുത്ത രക്തകോശത്തിന് നിശ്ചിത ആകൃതിയില്ല, പക്ഷേ ചുവന്ന രക്തകോശത്തിന് ഡിസ്കിൻ്റെ ആകൃതിയാണ് ഉള്ളത്. ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന രക്തകോശം ഏതാണ്? RBC ആണ്, റെഡ് ബ്ലഡ് സെൽസ് ആണ്. ഓക്കെ, രക്തത്തിൻ്റെ ദ്രാവക ഭാഗം ഏതാണ്? പറയൂ. പ്ലാസ്മ. രക്തകോശങ്ങൾ ഏതെല്ലാം? WBC, RBC, പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റുകളുടെ ധർമ്മം എന്താണ്? രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നു. ഹീമോഗ്ലോബിൻ കാണപ്പെടുന്ന രക്തകോശം ഏതാണ്? RBC. വെളുത്ത രക്തകോശങ്ങളും ചുവന്ന രക്തകോശങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം നമ്മൾ നോക്കി. ആ ടേബിള് ഒന്ന് നോക്കി വെക്കുക. രക്തപര്യനം. രക്തക്കുഴലുകളിലൂടെ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു.
ധമനികൾ, സിരകൾ, ലോമികകൾ. ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുഴലുകളാണ് എന്ത്? ധമനികൾ. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകളാണ് സിരകൾ. സിരകളെയും ധമനികളെയും ബന്ധിപ്പിക്കുന്നതാണ് എന്ത്? ലോമികകൾ. ഓർത്തു വയ്ക്കുക. ഇനി എന്താണ് ഹൃദയം? രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം. ഓർത്തു വയ്ക്കുക, രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം ഏതാണ്? ഹൃദയമാണ്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ്. ഹൃദയം ഔരസാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഹൃദയത്തിന് മുഷ്ടിയോളം വലുപ്പമുണ്ട്. ഒരു മനുഷ്യൻ്റെ മുഷ്ടിയോളം വലുപ്പമുണ്ട് അവരുടെ ഹൃദയത്തിന്. ഹൃദയത്തെ ആവരണം ചെയ്ത് ഇരട്ട സ്ഥലമുണ്ട്. ഇതാണ് പെരികാർഡിയം. മനുഷ്യ ഹൃദയത്തിന് 4 അറകളുണ്ട്. ഏതൊക്കെയാണ്? ഇടത് വെൻട്രിക്കിൾ, ഇടത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ, വലത് ഏട്രിയം. എല്ലാ ജീവികൾക്കും ഹൃദയമുണ്ടോ? മറ്റ് ജീവികളുടെ ഹൃദയത്തിനും 4 അറകളാണോ? അല്ല. താഴെ ടേബിളായിട്ട് തന്നിരിക്കുന്നു. 5 ജോഡി പാർശ്വഹൃദയങ്ങൾ ഉള്ളതുണ്ട്. മണ്ണിര 13 അറകൾ ഉള്ളതുണ്ട്. 2 അറകൾ, 3 അറകൾ, 4 അറകൾ. തവളയ്ക്ക് 3 അറകളാണ് ഹൃദയത്തിനുള്ളത്. അപ്പോൾ ഈ ടേബിൾ ഒന്ന് നോക്കി വെക്കുക. ഹൃദയസ്പന്ദനം. നിങ്ങൾ ആശുപത്രിയിൽ പോകുമ്പോൾ ഡോക്ടർ നിങ്ങളുടെ ഹൃദയസ്പന്ദനം, പൾസ് ഇവ നോക്കാറില്ലേ? എന്താണ് ഹൃദയസ്പന്ദനം? എന്താണ് പൾസ്? ഹൃദയസ്പന്ദനവും പൾസും. ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയസ്പന്ദനം. ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം മിനിറ്റിൽ 72 പ്രാവശ്യം സ്പന്ദിക്കുന്നു. ഇതാണ് ഹൃദയസ്പന്ദന നിരക്ക്. ഹൃദയസ്പന്ദനത്തിൻ്റെ ഫലമായി ധമനികളിൽ തരംഗചലനം ഉണ്ടാകുന്നതാണ് പൾസ്. ഹൃദയസ്പന്ദന നിരക്കും പൾസിൻ്റെ നിരക്കും തുല്യമായിരിക്കും. നിങ്ങളുടെ ഹൃദയം ഒരു മിനിറ്റിൽ എത്ര തവണ സ്പന്ദിക്കുന്നുണ്ട്? സ്വയം മനസ്സിലാക്കി എഴുതൂ. അതൊക്കെ കുട്ടികളുടെ പ്രവർത്തനങ്ങളാണ്. നമുക്ക് താഴേക്ക് നോക്കാം. റെനെ ലെനക്ക്. ഹൃദയസ്പന്ദനം പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ് നിർമ്മിച്ചത് ആരാണ്? റെനെ ലെനക്ക്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഓർത്തു വയ്ക്കുക. സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് റെനെ ലെനക്കാണ്. ഇനി സ്റ്റെതസ്കോപ്പിൻ്റെ മാതൃക നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. ദെൻ ഹൃദയത്തിൻ്റെ ആരോഗ്യം. നമുക്കറിയാം, കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. ജീവിതശൈലീ രോഗങ്ങൾ തളർത്തും. പുകവലി, മദ്യപാനം എന്നിവ എന്നെ വേഗം രോഗിയാക്കും. വ്യായാമം ചെയ്തില്ലെങ്കിൽ എൻ്റെ ആരോഗ്യം തകരാറിലാകും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ മുറിവുണ്ടായാൽ എന്താണ് ഒരാൾക്ക് പ്രഥമ ശുശ്രൂഷയായി ചെയ്തു കൊടുക്കേണ്ടത് എന്ന് താഴെ പറയുന്നു. ശുദ്ധജലം ഉപയോഗിച്ച് മുറിവ് നല്ലവണ്ണം വൃത്തിയാക്കുക ആദ്യം. ദെൻ മുറിവിൽ അമർത്തിപ്പിടിക്കുക. കയ്യിലാണ് മുറിവെങ്കിൽ കൈ ഉയർത്തിപ്പിടിക്കുക. രക്തപ്രവാഹം നിലയ്ക്കുന്നില്ലെങ്കിൽ ശുദ്ധമായ തുണിയോ ബാൻഡേജോ കൊണ്ട് മുറിവ് പൊതിഞ്ഞു കെട്ടുക. വേഗത്തിൽ വൈദ്യസഹായം ലഭ്യമാക്കുക. ഹൃദയം മാറ്റിവെക്കാം. ഗുരുതരമായ ഹൃദ്രോഗമുള്ളവർക്കാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താറുള്ളത്. മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ ഹൃദയമെടുത്ത് രോഗിയിൽ വച്ചു പിടിപ്പിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. 1967 ശ്രദ്ധിക്കണം, 1967 ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാഡാണ് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത്. എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക. എല്ലാവർക്കും അറിയാം. രക്തദാനം, മഹാദാനം. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഏകദേശം 5.5 ലിറ്റർ വരെ രക്തമുണ്ടാകും. അപകടങ്ങൾ, അസുഖങ്ങൾ എന്നിവ മൂലം ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് കുറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഒരാൾ സ്വമനസാലെ മറ്റൊരാൾക്കോ ശാസ്ത്രീയമായി സൂക്ഷിച്ച് പിന്നീട് ഉപയോഗിക്കുന്നതിനോ രക്തം നൽകുന്നതാണ് രക്തദാനം. നിങ്ങളും 18 വയസ്സ് കഴിയുമ്പോൾ ഒരു സാമൂഹിക സേവനം എന്ന നിലയിൽ ഇതിൻ്റെ ഭാഗമാകുമല്ലോ. രക്തദാനവുമായി ബന്ധപ്പെട്ട മുദ്രാഗീതങ്ങൾ, ഇതൊക്കെ കുട്ടികളുടെ പ്രവർത്തനമാണ്. രക്തപര്യന വ്യവസ്ഥ നമ്മൾ നോക്കി. ഇനി വിസർജന വ്യവസ്ഥ. ദഹനം, രക്തപര്യനം, ശ്വസനം എന്നീ ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ശ്വസന ഫലമായുണ്ടാകുന്ന വാതകം ഏതാണ്? ഇത് പുറന്തള്ളുന്ന അവയവം ഏതാണ്? മറ്റെന്തെല്ലാം വിസർജ്യ വസ്തുക്കളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്? അവയെ പുറന്തള്ളാൻ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഉള്ളത്? നമുക്ക് നോക്കാം. വിസർജനം.
ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ തുടങ്ങിയവ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം. വൃക്കകൾ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജനാവയവമാണ് വൃക്കകൾ. ഇവ മനുഷ്യ ശരീരത്തിലെ അരിപ്പകളായി പ്രവർത്തിക്കുന്നു. മനുഷ്യ ശരീരത്തിലെ അരിപ്പകളാണ് വൃക്കകൾ. ചിത്രം നോക്കുക. ഇതാണ് വൃക്കയുടെ സ്ട്രക്ചർ. ഒരു പയർവിത്തിൻ്റെ ആകൃതിയാണ് വൃക്കയ്ക്കുള്ളത്. പയർവിത്തിൻ്റെ ആകൃതിയിലുള്ള ഇവ ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായാണ് കാണപ്പെടുന്നത്. വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് വൃക്കാധമനിയാണ്. വൃക്കാധമനി വഴി എത്തുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. എന്നാൽ അരിക്കലിന് ശേഷം വൃക്കാസിര വഴി തിരിച്ചു പോകുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവയുടെ അളവ് താരതമ്യേന കുറവായിരിക്കും. ഇത്തരത്തിൽ വൃക്കയിൽ അരിക്കലിന് വിധേയമായ രക്തത്തിലെ മാലിന്യങ്ങൾ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. മതിയായ അളവിൽ ജലം, ലവണങ്ങൾ എന്നിവ ശരീരത്തിൽ നിലനിർത്തുന്നതിന് വൃക്കകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ആരോഗ്യമുള്ള ഒരാളുടെ വൃക്കകൾ ഒരു ദിവസം ശരാശരി 1.5 ലിറ്റർ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മൾ നേരത്തെ ഒരു 5.5 ലിറ്റർ നോക്കി. അതെന്താണ്? ആരോഗ്യമുള്ള ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന രക്തത്തിൻ്റെ അളവാണ്. ഒരു ദിവസം വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂത്രത്തിൻ്റെ അളവ് 1.5 ലിറ്ററാണ്. ഓക്കെ. ഡോക്ടർ, മൂത്രമൊഴിക്കുമ്പോൾ എനിക്ക് പുകച്ചിലും വേദനയും അനുഭവപ്പെടുന്നു. കൂടാതെ അടിവയറ്റിലും വേദനയുണ്ട്. ആവശ്യത്തിന് വെള്ളം കുടിക്കാറില്ലേ? ഇങ്ങനെയാണ് നമ്മളോട് ഡോക്ടർ ചോദിക്കാറുള്ളത്. ഇടയ്ക്കിടെ മൂത്രമൊഴിക്കേണ്ടി വരുമെന്നതിനാൽ ഞാൻ സ്കൂളിൽ പോയാൽ കുറച്ച് വെള്ളം മാത്രമേ കുടിക്കൂ. വീട്ടിൽ തിരിച്ചെത്തിയേ മൂത്രമൊഴിക്കൂ. വൃക്കകൾ ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ദീർഘനേരം മൂത്രമൊഴിക്കാതിരുന്നാൽ മൂത്രവാഹിയിലും മൂത്രാശയത്തിലും രോഗാണുക്കൾ പെരുകി മൂത്രാശയ അണുബാധയുണ്ടാകും. കിഡ്നിയെ സംരക്ഷിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? ദിവസം വ്യായാമം ചെയ്യണം. പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കണം. ഉപ്പിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കണം. അനാവശ്യമായ മരുന്നിൻ്റെ ഉപയോഗം കുറയ്ക്കണം. നമ്മളൊരു പനി വന്നാൽ പെട്ടെന്നെടുത്ത് പാരസെറ്റമോൾ കഴിക്കും. അങ്ങനെ കഴിക്കരുത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഒരു മരുന്നും കഴിക്കാൻ പാടില്ല. പനി വന്നാൽ പനിച്ച് തന്നെ പോകണം എന്ന് പറയും. പനി എന്ന് പറയുന്നത് ഒരു രോഗലക്ഷണമാണ്. അപ്പോൾ അതിനൊരു ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ മാറ്റിയെടുക്കുക. ദിവസവും ഏകദേശം 12 ഗ്ലാസ് വെള്ളം എങ്കിലും കുടിക്കണം. കൃത്രിമ പാനീയങ്ങളുടെ അമിത ഉപയോഗം ഒഴിവാക്കണം. നമ്മൾ നോക്കി. വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായ ഒരാളെ രക്ഷിക്കാനാണ് എന്ത് നമ്മൾ സ്വീകരിക്കുന്നത്? ഡയാലിസിസ്. വൃക്ക മാറ്റിവെക്കൽ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. ആരോഗ്യമുള്ള ദാതാവിൽ നിന്ന് ഒരു വൃക്ക എടുത്ത് 2 വൃക്കകളും തകരാറിലായ ഒരാളിലേക്ക് വച്ചു പിടിപ്പിക്കുന്നതാണ് വൃക്ക മാറ്റിവെക്കൽ. വൃക്ക സ്വീകരിക്കുന്ന വ്യക്തിയുടെയും നൽകുന്ന വ്യക്തിയുടെയും രക്തഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലങ്ങൾ യോജിച്ചാൽ മാത്രമേ വൃക്ക മാറ്റിവെക്കൽ സാധ്യമാകൂ. 18 വയസ്സ് പൂർത്തിയായ ആരോഗ്യമുള്ള ഏതൊരാൾക്കും വൃക്കകളിൽ ഒന്ന് ദാനം ചെയ്യാം. മറ്റ് വിസർജന അവയവങ്ങൾ. വേനൽക്കാലത്തും മഴക്കാലത്തും നമ്മുടെ ശരീരത്തിൽ വിയർപ്പ് ഉണ്ടാകുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഇത് പുറത്തു പോകുന്നത്? ശരീരത്തിൽ നിന്ന് വിയർപ്പിലൂടെ എന്തെല്ലാം പോകുന്നു? ജലം, ലവണങ്ങൾ, വിയർപ്പ്. ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ് വിയർപ്പുണ്ടാക്കുന്നത്. ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറത്തു പോകുന്നു. വിയർപ്പ് ബാഷ്പമായി മാറാൻ വേണ്ട താപം നമ്മുടെ ശരീരത്തിൽ നിന്നെടുക്കുന്നു. ഇങ്ങനെ നമ്മുടെ ശരീര താപനില ക്രമീകരിച്ച് നിർത്താൻ വിയർക്കൽ സഹായിക്കുന്നു. ശരീരത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുക, സ്പർശനം അറിയുക എന്നിവയും ത്വക്കിൻ്റെ ധർമ്മങ്ങളാണ്. ത്വക്കിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് സ്വേദഗ്രന്ഥിയിൽ നിന്ന് വിയർപ്പ് പുറത്തു വരുന്നത്. ഇവ ത്വക്കിൽ അടിഞ്ഞുകൂടിയാൽ രോഗങ്ങൾ ഉണ്ടാകും. അതിനാൽ കുളിക്കുമ്പോൾ ത്വക്ക് നന്നായി വൃത്തിയാക്കേണ്ടതുണ്ട്. വൃക്ക, ത്വക്ക് എന്നിവ കൂടാതെ ശ്വാസകോശം, കരൾ എന്നിവയ്ക്കും വിസർജന പ്രക്രിയയിൽ പങ്കുണ്ട്. എങ്ങനെയാണ് ശ്വാസകോശം വിസർജന പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ശ്വാസകോശം. കോശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുന്നത് ശ്വാസകോശം വഴിയാണ്. കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ ഇത് നശിപ്പിക്കുന്നു. കൂടാതെ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം
ഉൽപ്പാദിപ്പിക്കുന്നു. പോഷക ഘടകങ്ങൾ വിഘടിക്കുമ്പോൾ ശരീരത്തിന് ഹാനികരമായ അമോണിയ ഉണ്ടാകുന്നു. ഇതിനെ താരതമ്യേന ഹാനികരമല്ലാത്ത യൂറിയയാക്കി മാറ്റുന്നതും കരളാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ഇത്, കരൾ. അപ്പോൾ നമ്മൾ വിസർജന വ്യവസ്ഥ നോക്കി, രക്തപര്യന വ്യവസ്ഥ നോക്കി. ഇനിയാണ് നാഡീവ്യവസ്ഥ, നെർവസ് സിസ്റ്റം. നമ്മുടെ ശരീരത്തിൽ വിവിധ അവയവങ്ങൾ ഉണ്ടല്ലോ. നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒരു അവയവം മാത്രമാണോ പ്രവർത്തിക്കുന്നത്? കയ്യിൽ നിന്ന് ഒരു പേന താഴെ വീണെന്ന് വിചാരിക്കുക, അത് എടുക്കുമ്പോൾ ഏതെല്ലാം അവയവങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്? ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെ ഏകോപനത്തിലൂടെയാണല്ലോ എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളും സാധ്യമാകുന്നത്. നമ്മുടെ ശരീരത്തിൽ വിവിധ പ്രവർത്തനങ്ങളുടെ ഏകോപനം എങ്ങനെയാണ് സാധ്യമാകുന്നത്? നാഡീവ്യവസ്ഥയാണ് അത് സാധ്യമാക്കുന്നത്. അതിലേക്കാണ് ഇങ്ങനെ പറഞ്ഞു വരുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ നമ്മെ സഹായിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. മസ്തിഷ്കം അഥവാ തലച്ചോറ്, സുഷുമ്നാ നാഡികൾ എന്നിവ ചേർന്നതാണ് നാഡീവ്യവസ്ഥ. എന്തൊക്കെ ചേർന്നതാണ്? മസ്തിഷ്കം, സുഷുമ്നാ നാഡികൾ എന്നിവ ചേർന്നതാണ് നാഡീവ്യവസ്ഥ. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് എന്ത്? മസ്തിഷ്കം. മസ്തിഷ്കം തലയോട്ടിക്കുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുക, ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവ മസ്തിഷ്കത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന, വികാരങ്ങൾ, ബുദ്ധി എന്നിവയുടെ എല്ലാം കേന്ദ്രം മസ്തിഷ്കമാണ്. മസ്തിഷ്കത്തിലെ ഏതാണ്? സെറിബ്രം. തുലന നില പാലിക്കുന്നത് സെറിബെല്ലം. ഏറ്റവും ആധുനിക കമ്പ്യൂട്ടർ പോലും കാര്യക്ഷമതയിൽ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ പിന്നിലാണ്. മുൻകൂട്ടി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് മാത്രമാണ് കമ്പ്യൂട്ടറിനുള്ളത്. എന്നാൽ മസ്തിഷ്കത്തിനാകട്ടെ ചുറ്റുപാടിനോട് പ്രതികരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സങ്കല്പിക്കാനും കഴിയും. ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല, ഉറങ്ങുമ്പോഴും മസ്തിഷ്കത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും. ഇനി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി കൗമാരവും ആരോഗ്യവും. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കൗമാരകാലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. 10 മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് എന്ത്? കൗമാരം. ജീവശാസ്ത്രപരമായി ഒട്ടേറെ സവിശേഷതകളുള്ള കാലമാണ് എന്ത്? കൗമാരം. സ്വാഭാവികമായ ഒരു ജൈവ പ്രക്രിയ എന്ന നിലയിൽ ഒട്ടേറെ ശാരീരിക മാറ്റങ്ങൾ കൗമാരകാലത്ത് നടക്കുന്നു. തലച്ചോറിൻ്റെ വികാസം, ഉയരത്തിലും തൂക്കത്തിലും പെട്ടെന്നുണ്ടാകുന്ന വർധനവ്, ഗ്രന്ഥികളുടെ വർദ്ധിച്ച പ്രവർത്തനക്ഷമത എന്നിവയെല്ലാം ഈ ഘട്ടത്തിൻ്റെ പ്രത്യേകതകളാണ്. എന്തൊക്കെയാണ് കൗമാര കാലഘട്ടത്തിൽ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ എന്ന് കൊടുത്തിരിക്കുന്നു. എന്തൊക്കെയാണ്? വളർച്ച ത്വരിതപ്പെടുന്നു. ദെൻ പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ച വേഗത്തിലാകുന്നു. രോമങ്ങൾ വളരുന്നു. ശബ്ദത്തിന് ഗാംഭീര്യം കൂടുന്നു. ആർക്ക്? ആൺകുട്ടികളിൽ. പെൺകുട്ടികൾക്ക് ശബ്ദ സൗകുമാര്യം കൂടുന്നു. ബീജോൽപാദനം ആരംഭിക്കുന്നു ആൺകുട്ടികളിൽ. പെൺകുട്ടികളിൽ അണ്ടോത്സർജനം തുടങ്ങുന്നു. ആർത്തവം ആരംഭിക്കുന്നു. മെൻസ്ട്രേഷൻ സൈക്കിൾ ആരംഭിക്കുന്നു പെൺകുട്ടികളിൽ. എന്താണ് ആർത്തവം? മെൻസ്ട്രേഷൻ നിങ്ങൾക്കറിയാം, എല്ലാ മാസവും പ്രത്യുൽപാദനത്തിനുള്ള പല ഒരുക്കങ്ങളും ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ നടക്കുന്നുണ്ട്. ഒരു പ്രത്യുൽപാദനത്തിനുള്ള ആ ഒരുക്കമാണ് എന്ത്? ആർത്തവം. ഗർഭാശയത്തിൻ്റെ ആന്തരപാളിയിൽ ധാരാളം രക്തലോമികകളും കലകളും രൂപപ്പെടുന്നു. എന്നാൽ ഗർഭധാരണം നടക്കാതെ വന്നാൽ ഈ ഒരുക്കങ്ങൾ വെറുതെയാകുന്നു. അപ്പോൾ പുതിയതായി രൂപപ്പെട്ട രക്തലോമികകൾ പൊട്ടും. രക്തലോമികകളും മറ്റ് കലകളും ഗർഭാശയ ഭിത്തിയിൽ നിന്ന് അടർന്നു മാറുകയും രക്തത്തോടൊപ്പം ഇവയെല്ലാം ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യും. ഈ പ്രക്രിയയാണ് എന്ത്? ആർത്തവം. അതൊരു ബയോളജിക്കൽ പ്രോസസ്സാണ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് 7 ദിവസം വരെ നീണ്ടു നിന്നേക്കാം. ആർത്തവത്തിന് മുന്നോടിയായും ആർത്തവ സമയത്തും കലശലായ അടിവയറുവേദന, ഛർദി, നടുവേദന, കാലിന് കഴപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ ചിലർക്ക് അനുഭവപ്പെടാറുണ്ട്. ചിലർക്ക് അമിത ദേഷ്യം, മൂഡ് സ്വിങ്സ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. ആർത്തവം ഏകദേശം ഓരോ 28 ദിവസം കൂടുമ്പോഴും ഉണ്ടാകേണ്ട ഒരു ശാരീരിക പ്രക്രിയയാണ്. ഓർത്തുവയ്ക്കുക, ഒരു ശാരീരിക പ്രക്രിയയാണ് എന്ത്? ആർത്തവം. ഇതിൽ ചെറിയ തോതിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാം. ആർത്തവം കൃത്യമായി ഉണ്ടായില്ലെങ്കിൽ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. PCOD കംപ്ലൈൻ്റ് ഒക്കെ ആയിരിക്കാം. ഇതിന് ആർത്തവ ശുചിത്വത്തെക്കുറിച്ച് പറയുന്നു. അതും നമുക്ക് ആവശ്യമില്ലാത്ത കാരണമാണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ദെൻ മെൻസ്ട്രൽ കപ്പിൻ്റെ കാര്യം പറയുന്നു.
4-5 മണിക്കൂറിനുള്ളിൽ ആണ് മെൻസ്ട്രൽ കപ്പ് കൂടുതലായിട്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സാനിറ്ററി നാപ്കിൻസിനേക്കാളും മെൻസ്ട്രൽ കപ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ കൗമാരകാലത്തെ ഭക്ഷണം, ഇത് 7ാം ക്ലാസ്സിലെ ബുക്കാണ്. 7ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ആ ഒരു കൗമാര കാലഘട്ടത്തിലുള്ള കുട്ടികളായതുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് എങ്ങനെയാണ് ലൈംഗിക ചൂഷണം വന്നാൽ നേരിടേണ്ടത് എന്നൊക്കെ താഴെ കൊടുത്തിരിക്കുന്നു. ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഓക്കെ, എന്താണ് ചൈൽഡ് ലൈൻ നമ്പർ 1098. ഓക്കെ, ഇത്രയാണ് നമ്മളെ ചാപ്റ്റർ. നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയാണ്. ഇപ്പം നമ്മൾ രക്തപര്യന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, നാഡീവ്യവസ്ഥ എന്നിവയാണ് ഈ ചാപ്റ്ററിൽ നോക്കിയത്. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കഴിഞ്ഞ് ഈ ഒരു പോർഷൻ ഏകദേശം കംപ്ലീറ്റ് ആയതിനു ശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ക്ലാസ് മനസ്സിലാവുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കരിവെബ് സീരീസിൻ്റെ ഭാഗമാകാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.